നടനും ബിഗ് ബോസ് താരവുമായ ഷിയാസ് കരീമിനെതിരെ ലൈംഗിക ചൂഷണവും സാമ്പത്തിക തട്ടിപ്പും ആരോപിച്ച് പരാതി. പലതവണ ലൈംഗിക ചൂഷണം നടത്തിയെന്നും നഗ്ന ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് പണം തട്ടിയതെന്നും പരാതിയിലുണ്ട്. ഒരു കയ്യബദ്ധം എന്റെ പേരിലൊരു പീഡന പരാതി വരുന്നുണ്ടെങ്കിൽ അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു ഇതാട്ടോ. ഈ സ്ത്രീക്ക് ഒരു 60 വയസ്സുണ്ട്. ഇവിടെ പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. ഞാൻ മാന്യമായിട്ടാണ് ജീവിക്കുന്നത്. എനിക്ക് സ്ത്രീകളോട് ഇടപെടുമ്പോൾ തന്നെ ചെറിയൊരു പേടിയാണ്. കാരണം ഇതിനു മുമ്പ് എനിക്ക് ഇങ്ങനെ ഒരു ആരോപണവും ഈ പറഞ്ഞ കള്ളക്കേസൊക്കെ ഉള്ളതുകൊണ്ട് സംഭവം എന്ന് പറഞ്ഞാല് എന്റെ ഭാര്യയിൽ നിന്നും എന്റെ ഉമ്മയിൽ നിന്നും ഇവർ കുറച്ച് സ്വർണം വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ പെങ്ങടെ നിന്നും ഇതൊന്നും ഞാൻ അറിയുന്നില്ല. ഇത് കുറച്ച് പ്രശ്നമായി കഴിഞ്ഞപ്പോഴാണ് ഇതൊക്കെ ഞാൻ കേൾക്കാൻ നല്ല രസമുണ്ട്. ഇതിനു മുമ്പ് ഇവര് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ എന്നെ പറ്റി ഇങ്ങനെ ഭയങ്കരമായിട്ട് ഭീതിപ്പെടുത്തി എന്നെ ഞാൻ അവരത് കോടികൾ പറ്റിച്ചു, ബിസിനസ് ചെയ്യാം, അങ്ങനെ കുറെ സാധനം ചെയ്തപ്പോ ഞാൻ അവരുടെ പേര് കേസ് കൊടുത്തു. ഞാൻ മാക്സിമം വേണ്ടെന്ന് പറഞ്ഞതാ, എന്നിട്ട് കേട്ടില്ല എന്റെ മനസ്സ്. ആ കേസ് ഫയൽ ചെയ്ത് ഇവർക്ക് നോട്ടീസ് തന്നപ്പോ ഇവർ എന്റെ പേരിൽ ഇപ്പൊ ഒരു കള്ളക്കേസായിട്ട് വന്നേക്കാണ്. ഞാൻ അവരെ പീഡിപ്പിച്ചു. പറ്റിപ്പോയടാ, വേണ്ട നീ പലതവണ പറഞ്ഞതാ. എന്തൊക്കെ പറഞ്ഞാണ് ഷിയാസെ, ആ പെണ്ണിന് 45 വയസ്സിന് മുകളിൽ പ്രായം വരില്ല. നമ്മള് ഫോട്ടോ കണ്ടതാണ് ഷിയാസെ. നീ വല്ലാണ്ട് ആ പെണ്ണിനെ ഉമ്മച്ചാക്കി മാറ്റല്ലേ. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. ഇതൊക്കെ കേട്ടിട്ടേ എന്റെ മസിൽസ് വെട്ടി കേറിയിട്ട് വയ്യ. എന്തായാലും ഇത്രയും ആയതോടെ ഈ പെണ്ണ് എന്താക്കിയെന്ന് അറിയോ? വെറുതെ ഇരുന്നില്ല. ഇവള് ഷിയാസ് കരീമുമായി നടത്തിയ വോയിസ് ചാറ്റ് മൊത്തം അങ്ങ് പുറത്തു വിട്ടു. അതെങ്ങനെയാണ് പുറത്തു വിട്ടത്? കർമ്മ ന്യൂസ് ചാനൽ വഴി. നിനക്ക് തോന്നണം നീ ആരില്ല, നീ ആരാന്ന് എനിക്കറിയാലോ. പിന്നെ നീ ചുമ്മാ കൊഞ്ചല്ല, മോന്തയ്ക്ക് തടിക്കൂട്ടോ. കേട്ടല്ലോ, ഈ പെണ്ണിനോട് ഷിയാസ് കരീം പറഞ്ഞ വർത്താനാണ്. പറ്റിപ്പോയി. നിനക്ക് വെറുതെ തോന്നുകയാണ് നിനക്ക് ആരില്ലാന്ന്. ചുമ്മാ കിടന്ന് കൊഞ്ചല്ലേ, മോന്തക്കിട്ട് അടിക്കുന്നൊക്കെ. ഒരു 60 വയസ്സുള്ള സ്ത്രീയോട് സംസാരിക്കേണ്ട സംസാരമാണ് ഇതൊക്കെ ഷിയാസെ. പുറത്ത് ചാടിന് മുമ്പ് ചോദിക്കുന്നതാ. പുറത്തു വെച്ച ആൾക്കാരുടെ മുന്നിൽ നിന്ന് എന്നെ കാന്നൊന്നും വിളിക്കരുത്. എന്നെ ഷിയൂന്ന് വിളിച്ചാൽ മതി. എന്താ വിളിക്കേണ്ടത്? ഷിയൂന്ന് വിളിച്ചാൽ മതി. നീ എപ്പോഴും എന്നെ മരണവരുണ്ടാവും. ഞാൻ ഫസ്റ്റ് വരയ്ക്കാണെങ്കിൽ നീ എന്റെ സന്തോഷങ്ങളുണ്ടാവും, മണ്ണിടാനൊക്കെ ഇടും. നീ വരയ്ക്കാണെങ്കിൽ ഞാൻ ഉണ്ടാവും. അത്ര മതി. ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പെട്ടു. തോന്നിയസം കാണിച്ചിട്ട് എനിക്ക് ലവ് ഉണ്ടെങ്കിൽ നിന്റെ വായിലും തരുന്നുണ്ട്, കുടിച്ചോ. തൂക്കിയല്ലോ നാദാ. എനിക്ക് ലവ് ഉണ്ടെങ്കിൽ നിന്റെ വായിലും തരുന്നുണ്ട്, കുടിച്ചോ. നിനക്ക് ലവ് ഉണ്ടെങ്കിൽ വായിൽ ഞാൻ തരുന്നുണ്ട്, കുടിച്ചോന്നൊക്കെ നൈസായിട്ട് അതിന്റെ ഇടയിൽ കൂടെ ആശാന്റെ ഒരു കമ്പി വർത്താനം. മര്യാദക്ക് ഇല്ലെങ്കിൽ ഞാൻ മഹാ ചീത്ത. അതെനിക്കറിയാടോ താ ചീത്തയാണെന്ന്. പക്ഷെ ഇത്രയും ചീത്തയാണെന്ന് എനിക്ക് ഇപ്പോഴാണോ മനസ്സിലായത്? അനുമോൾക്ക് ഒരു 1,40,000 രൂപ. ആ ബെസ്റ്റ്. അപ്പൊ അനുമോളെ കയ്യിൽ നിന്നും പൈസ വാങ്ങിച്ചിട്ടുണ്ട് അല്ലേ? വെറുതെ അല്ല അനുമോള് ബിഗ് ബോസ് വിന്നർ ആയ സമയത്ത് ഇവൻ അനുമോള് പിന്നാലെ തന്നെ കൂടിയത്. കലിപ്പ് തീരുണ്ടോ ദൈവമേ, അവന്റെ മോതണ്ടല്ലേ. അവർക്കൊരു ഐഫോൺ സമ്മാനമായിട്ട് ഗിഫ്റ്റ്. എന്താ ഷിയാസ് കരീമേ, കെട്ടാൻ പോണ പെണ്ണിനൊരു ഗിഫ്റ്റ് വാങ്ങിക്കാൻ പോലുള്ള ആവത് നിനക്കില്ലേ? ഇന്നും കിട്ടിയില്ലേ? കിട്ടി. എന്തായിരുന്നു വിഷയം? തട്ടുകടയിലെ പ്രണയലീല. ഓ ഗുഡ്.